ഞങ്ങളെല്ലാവരും കൂടി ഒന്നൊരു കൊച്ചി വരെ പോണിയാണ്. കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ ഒരു പള്ളിയുണ്ട്, കുരിയച്ചൻ്റെ പള്ളി. ഭയങ്കര പേരുകേട്ട പള്ളിയൊക്കെയാണ്. അപ്പം ഞങ്ങളവിടെ പോകണമെന്ന് നമ്മൾ ഒത്തിരി നാളാണ്ട് ഇരിക്കണത്. അപ്പം ഞങ്ങൾക്ക് സ്ഥലം അത്ര തിട്ടില്ലാത്തതുകൊണ്ട് ജിത്തുവിനെ വിളിച്ചായിരുന്നു. ജിത്തുവും ഞങ്ങളെ കൂടി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവനാണ് എല്ലായിടവും കൊണ്ടുപോയി കാണിക്കുകയും പിടിക്കുകയും പറയുകയൊക്കെ ചെയ്തു തന്നത് ഓരോ കാര്യങ്ങളൊക്കെ. ഇപ്പം ഞങ്ങൾ അതിനകത്ത് വരെ പൂമാലയും തിരിയൊക്കെ മേടിച്ച് കത്തിക്കുകയും ഇടുകയൊക്കെ ചെയ്ത് തിരിച്ച് ഞങ്ങൾ പോകുന്നായിരുന്നു. തിരിച്ച് പോകുന്ന വഴിക്ക് കുറേ ബിൽഡിംഗ് ഉണ്ട് അവിടെ, പഴയ കെട്ടിടങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഈ സ്പൈസസിൻ്റെയൊക്കെ ഈ ഏലക്ക, കുരുമുളക്, അതിൻ്റെയൊക്കെ ഭയങ്കര ബിസിനസ്സും ഒക്കെ ഉണ്ടായ സ്ഥലമാണ്. പിന്നെ അടയ്ക്കയുണ്ടല്ലോ, അടയ്ക്കയൊക്കെ കൊണ്ടുപോയി വിൽക്കണതൊക്കെ അവിടെ ഇരുന്നെന്ന് പറയണത് പണ്ടൊക്കെ കേട്ടോ. ഇപ്പോൾ എനിക്ക് അറിഞ്ഞോടെ ശരിക്കും എങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അപ്പോൾ ജിത്തു ഉള്ളതുകൊണ്ട് ഞങ്ങളെന്നാൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ചായ കുടിക്കാൻ നമ്മുടെ അവിടെ കയറി ഞങ്ങൾ ദോശ കഴിച്ചത്. അപ്പോൾ എല്ലാവർക്കും ദോശ മതി. ഞാൻ മാത്രം ഊത്തപ്പം മേടിച്ചു, ഒനിയൻ്റെ. അപ്പോൾ ഒരു ഒനിയൻ ഊത്തപ്പവും മേടിച്ച് ഞാൻ കഴിച്ച്. ഇച്ചിക്കുട്ടനാണെങ്കിൽ ഒന്നും വേണ്ടെന്നും പറഞ്ഞ് വഴക്കിട്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇച്ചിക്കുട്ടനും ഓരോന്ന് തിരിച്ചേ നുള്ളിയൊക്കെ വായിൽ വെച്ച് കൊടുത്തപ്പോൾ അങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുകയും ഇച്ചിക്കുട്ടൻ. അപ്പോൾ ജിത്തു ഉള്ളതുകൊണ്ട് ഇച്ചിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ്, ജിത്തുവിനെ ഭയങ്കര ഇഷ്ടമാണ് അവന്. അപ്പോൾ അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ജിത്തുവും ഇച്ചിക്കുട്ടനും കൂടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ പോകാൻ നേരത്ത് അവൻ ടാറ്റായും പറഞ്ഞ് അവൻ പോയി. അപ്പോൾ ഞങ്ങൾ അതുവഴി തന്നെ തിരിച്ച് ഞങ്ങളെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഈ ജിത്തു എന്ന് പറഞ്ഞാൽ അവിടുന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ. ഞങ്ങൾ വീട്ടിലാക്കാൻ പോയിട്ട് അവൻ സമ്മതിച്ചില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒന്നൊരു കൊച്ചി വരെ പോണിയാണ്. കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ ഒരു പള്ളിയുണ്ട്, കുരിയച്ചൻ്റെ പള്ളി. ഭയങ്കര പേരുകേട്ട പള്ളിയൊക്കെയാണ്. അപ്പം ഞങ്ങളവിടെ പോകണമെന്ന് നമ്മൾ ഒത്തിരി നാളാണ്ട് ഇരിക്കണത്. അപ്പം ഞങ്ങൾക്ക് സ്ഥലം അത്ര തിട്ടില്ലാത്തതുകൊണ്ട് ജിത്തുവിനെ വിളിച്ചായിരുന്നു. ജിത്തുവും ഞങ്ങളെ കൂടി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവനാണ് എല്ലായിടവും കൊണ്ടുപോയി കാണിക്കുകയും പിടിക്കുകയും പറയുകയൊക്കെ ചെയ്തു തന്നത് ഓരോ കാര്യങ്ങളൊക്കെ. ഇപ്പം ഞങ്ങൾ അതിനകത്ത് വരെ പൂമാലയും തിരിയൊക്കെ മേടിച്ച് കത്തിക്കുകയും ഇടുകയൊക്കെ ചെയ്ത് തിരിച്ച് ഞങ്ങൾ പോകുന്നായിരുന്നു. തിരിച്ച് പോകുന്ന വഴിക്ക് കുറേ ബിൽഡിംഗ് ഉണ്ട് അവിടെ, പഴയ കെട്ടിടങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഈ സ്പൈസസിൻ്റെയൊക്കെ ഈ ഏലക്ക, കുരുമുളക്, അതിൻ്റെയൊക്കെ ഭയങ്കര ബിസിനസ്സും ഒക്കെ ഉണ്ടായ സ്ഥലമാണ്. പിന്നെ അടയ്ക്കയുണ്ടല്ലോ, അടയ്ക്കയൊക്കെ കൊണ്ടുപോയി വിൽക്കണതൊക്കെ അവിടെ ഇരുന്നെന്ന് പറയണത് പണ്ടൊക്കെ കേട്ടോ. ഇപ്പോൾ എനിക്ക് അറിഞ്ഞോടെ ശരിക്കും എങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അപ്പോൾ ജിത്തു ഉള്ളതുകൊണ്ട് ഞങ്ങളെന്നാൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ചായ കുടിക്കാൻ നമ്മുടെ അവിടെ കയറി ഞങ്ങൾ ദോശ കഴിച്ചത്. അപ്പോൾ എല്ലാവർക്കും ദോശ മതി. ഞാൻ മാത്രം ഊത്തപ്പം മേടിച്ചു, ഒനിയൻ്റെ. അപ്പോൾ ഒരു ഒനിയൻ ഊത്തപ്പവും മേടിച്ച് ഞാൻ കഴിച്ച്. ഇച്ചിക്കുട്ടനാണെങ്കിൽ ഒന്നും വേണ്ടെന്നും പറഞ്ഞ് വഴക്കിട്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇച്ചിക്കുട്ടനും ഓരോന്ന് തിരിച്ചേ നുള്ളിയൊക്കെ വായിൽ വെച്ച് കൊടുത്തപ്പോൾ അങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുകയും ഇച്ചിക്കുട്ടൻ. അപ്പോൾ ജിത്തു ഉള്ളതുകൊണ്ട് ഇച്ചിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ്, ജിത്തുവിനെ ഭയങ്കര ഇഷ്ടമാണ് അവന്. അപ്പോൾ അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ജിത്തുവും ഇച്ചിക്കുട്ടനും കൂടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ പോകാൻ നേരത്ത് അവൻ ടാറ്റായും പറഞ്ഞ് അവൻ പോയി. അപ്പോൾ ഞങ്ങൾ അതുവഴി തന്നെ തിരിച്ച് ഞങ്ങളെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഈ ജിത്തു എന്ന് പറഞ്ഞാൽ അവിടുന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ. ഞങ്ങൾ വീട്ടിലാക്കാൻ പോയിട്ട് അവൻ സമ്മതിച്ചില്ലായിരുന്നു.